എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അബി അനാമികയോടും വേണുവിനോടും പറയുന്നുണ്ട് അവിടെ പോയി മുത്തച്ഛനെ കാണാൻ എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് കോടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവർക്ക് തോന്നും അത് നല്ല കാര്യമാണല്ലോ, എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാലോ എന്ന്. എന്നിട്ട് വേണു പറയുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നന്നായി, ഇനിയിപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ നീ ഒന്ന് സഹായിക്കണം കേട്ടോടാ എന്ന് അബിയോട് പറയുക. അന്നേരം അബി പറയുന്നുണ്ട് ഞാനവിടെ ജോലിക്ക് കയറുന്നതല്ലേ ഉള്ളൂ, ചെല്ലുന്നത് റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും, അല്ലെങ്കിൽ ആ ഒരു മതിപ്പങ്ങ് പോകും. അതുകൊണ്ട് എൻ്റെ കാലവിടെ ഒന്ന് ഉറക്കട്ടെ, എന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും ജോലി മേടിച്ച് തരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ സുഖിപ്പിച്ച് അവരങ്ങ് വിടുവാണ്. അവർ പോയി കഴിയുമ്പോൾ ഭയങ്കര പുച്ഛമാട്ടോ അബിക്ക്, അത് വേറെ കാര്യം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നു. ആദ്യമേ കാണുന്നത് ജലജയാണ്. അവർ കയറി ചെല്ലുന്നത് ജലജ പറയുന്നുണ്ട് അബി എന്നെ വിളിച്ചായിരുന്നു എന്ന്. എന്നിട്ട് പറയുവാണ് എന്തിനാ മോളെ ഇവിടുന്ന് വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോയത്, ഇപ്പം ആണെങ്കിൽ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD-യുടെ ഭാര്യയായിട്ട് ഇവിടെ നിനക്ക് നിൽക്കായിരുന്നു, അത് നീ കൊണ്ട് തൊലച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം വേണു പറയുന്നുണ്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന്. അപ്പോഴത്തേക്കും ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് ദേവേനെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അന്നേരം ജലജ പ്ലേറ്റ് മാറ്റും. ജലജ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അനാമിക കണ്ടു ദേവേനെ, അതുകൊണ്ട് ഇത് അഭിനയിക്കുന്നതാണ് എന്ന് അനാമികയ്ക്ക് മനസ്സിലായി. ഏതായാലും ദേവേനെ ഇറങ്ങി വന്നതിന് ശേഷം ദേവേനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിന്നെപ്പോലെ ഒരു മരുമകളെ ഈ വീടിന് ആവശ്യമില്ലാത്തതാണ്, ഡിവോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്, ആ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും കാണിയല്ല എന്നൊക്കെ പറയുമ്പം വേണു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ, അവൾക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും മുത്തച്ഛനും വരും. എന്തിനാ ഇവരിങ്ങോട്ട് വന്നത്, ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പം ദേവേന് പറയുന്നുണ്ട് രണ്ടും കൂടി കാല് പിടിക്കാൻ വന്നതാണ് എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവോ എൻ്റെ മോൾക്ക് അന്നൊരു അബദ്ധം പറ്റി, പക്ഷേ ഇപ്പം ഒരു മാസമായിട്ട് ഇവൾ വ്രതത്തിലാണ്, എങ്ങനെയെങ്കിലും മുത്തച്ഛൻ്റെയും അനിയുടെയും ഒക്കെ മനസ്സൊന്ന് മാറി അവളെ സ്വീകരിക്കണേ എന്നാണ് അവളുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഇവളെ കണ്ടിട്ട് നൊയമ്പിലാണ് അല്ലെങ്കിൽ വ്രതത്തിലാണ് എന്നൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ് നേരത്തെ അവൾ 3 നേരമാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് 5 നേരമാക്കി വ്രതം എടുക്കുമായിരിക്കും, അതായിരിക്കും അങ്ങേര് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുവാണ് നീ എന്തൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത് എന്ന് ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങളെ എല്ലാവരെയും കോടതിയിൽ കയറ്റിയത് നീ ഒറ്റ ഒരുത്തിയല്ലേ, നിന്നെപ്പോലെ ഒരുത്തിയെ ഇനി ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അതുകൊണ്ട് വന്ന വഴിക്ക് പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം വേണു പറയുന്നുണ്ട് നിങ്ങൾക്കറിയാലോ അന്ന് കോടതിയിൽ വക്കീൽ പ്രൂവ് ചെയ്താണ് എൻ്റെ മോൾക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നുവെന്ന്, അതുകൊണ്ട് ഇനിയിപ്പം കോടതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തനും ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നയാ പൈസ ഞങ്ങൾ നിങ്ങൾക്ക് തരികയില്ല, ഡിവോഴ്സ് നടക്കുമ്പോൾ കോടതി എന്തെങ്കിലും തരാൻ പറഞ്ഞാൽ അത് തരും, അല്ലാതെ ഒന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം അനാമിക പറയുവാണ് മുത്തശ്ശ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, ഇനി ഒരു വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ വേണം, കാരണം 2ാം കെട്ടാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും തരണം, അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണ്ട, ഇനി ഇങ്ങോട്ട് തിരിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും നിന്നെയൊന്നും ഇനി ഈ പടി ചവിട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുക ഏതായാലും വന്നു പോയില്ലേ വഴിച്ചെലവിന് എന്തെങ്കിലും താ എന്ന്. അത് കേൾക്കുന്നത് മുത്തശ്ശന് ദേഷ്യം വരും, ഒരെണ്ണം കരണം തീർത്ഥം കൊടുക്കും, ഇത് നിന്റെ വഴിച്ചെലവിന് ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് സങ്കടമൊക്കെ ഉണ്ട്, അവിടുന്ന് തുള്ളിച്ചാടി ഇങ്ങോട്ട് പോരുവാണ്. പോരുമ്പം പകുതി വന്നിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ അഹങ്കാരത്തിനാണ് മൂർത്തി ജ്വല്ലറി എന്നും താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ വിഷുവിന് നോക്കിക്കോ വെറുതെ ജ്വല്ലറി തുറന്നു വെച്ചിരിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അവിടെ ആരും വരിക സെയിൽസിനായിട്ട് നിൽക്കുന്ന സ്റ്റാഫ് ഈച്ച ആട്ടി ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ, അത് ഞങ്ങളങ്ങ് സഹിച്ചു, ഏതായാലും നിന്നെ ഒന്നും സഹിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. അന്നേരം അനാമിക പറയുവാണ് നോക്കിക്കോ മൂർത്തി ജ്വല്ലറി ഈ കുടുംബവും എല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന്. അന്നേരം മുത്തച്ഛന് ദേഷ്യം വരും. മുത്തച്ഛൻ മുന്നോട്ട് നടന്ന് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും രണ്ടും കൂടെ ഓടി ഇറങ്ങി പോവേ. അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ജലജ പറയുക ഇതുങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇങ്ങോട്ട് കയറി വരാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന്. അന്നേരം ദേവേന് പറയുന്നുണ്ട് നീ കൂടുതൽ അഭിനയിക്കേണ്ട, ചിലപ്പോൾ നീയും നിൻ്റെ മകനും കൂടിയായിരിക്കും അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അതിനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറയുമ്പം ഇതെന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് വയ്ക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ അകത്ത് തെറ്റിയിരിക്കുന്നത്, ദേവേന് പറഞ്ഞത് നേരെ, നീയൊക്കെ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലജ അബിയെ വിളിക്കുമ്പോൾ അബി പറയും അബിയെ പറഞ്ഞു വിട്ടേന്ന്. അന്നേരം ജലജ ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ, അവരെ എന്തിനാ നീ ചതിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം അബി പറയുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശനെ
എന്തെങ്കിലും മനസ്സലിവ് തോന്നി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ മേടിക്കാം എന്ന് ഞാൻ കരുതി എന്ന് പറയുമ്പം ഷെയർ അവർ തരാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇനിയിപ്പം ഇവിടുന്ന് കൊടുത്ത് ഷെയർ മേടിക്കാൻ വേണ്ടി നീ ചെല്ലണ്ട, നല്ല ഒന്നാം തരം തല്ല് നിനക്ക് കിട്ടുമെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഇനി ഞാൻ ആ വഴിക്കില്ല എന്ന്. അന്നേരം ജലജ പറയും അവർ നിന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ വേണുവിൻ്റെ കോള് വരും. അന്നേരം അഭി പറയുക അമ്മ കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, അപ്പം എൻഗേജ്ഡ് ആണ് എന്ന് കരുതിക്കോളും, അത് കഴിയുമ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോളാം എന്ന്. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അഭിക്ക് ഭയങ്കര സന്തോഷമായി വേണുവിന് 2 തല്ല് കിട്ടിയത് ഓർക്കുമ്പോൾ. പിന്നീട് ആദർശും നന്ദുവും കൂടെ സംസാരിക്കുന്നുണ്ട്. ആദർശ് പറയുവാണ് എൻ ജ്വല്ലറി പോയപ്പം അവിടെ വന്നെ സ്വർണവും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നോക്കിയതാണല്ലോ ആദർശ്, അതും ഇതും സെയിം ആണോ എന്നൊന്ന് നോക്കണം, അതായത് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് കിട്ടിയത് അതും സെയിം ആണോ എന്ന് നോക്കണം, കാരണം എൻ ജ്വല്ലറിയിലേക്ക് തന്നെയാണോ ഇതൊക്കെ പോകുന്നത് എന്നറിയണമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട് അതിന് ഇനി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ഉറപ്പാണ്, അങ്ങനെ കള്ളക്കടത്ത് സ്വർണം വരുന്നതുകൊണ്ടാണ് അവർക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണ ആഭരണങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് എന്ന് നന്ദു ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ ആ ഡ്രൈവറെ കിട്ടുവാണെങ്കിൽ ഡേവിഡിൻ്റെ പേര് പറയുവാണെങ്കിൽ അയാളെ പൊക്കാമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അത് അവർ മുൻകൂട്ടി കണ്ടു, അതുകൊണ്ട് അവന് ഇനി കൈ കിട്ടുമോയെന്ന് അറിയത്തില്ല, എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് മിക്കവാറും ഇനി അവൻ ജീവനോടെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, കാരണം അവരുടെ രഹസ്യങ്ങൾ പുറത്താകും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തട്ടും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ നന്ദു പറയുന്നുണ്ട് അവർ ഇത്രയും കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ആദർശമായിട്ട് സൂക്ഷിക്കണമെന്ന്. അന്നേരം ആദർശ് തിരിച്ചും പറയുന്നുണ്ട് നന്ദു അവരുടെ സ്വർണം പിടിച്ചതുകൊണ്ട് അവർക്ക് വൈരാഗ്യം കാണും, നന്ദു സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ഏതായാലും എങ്ങനെയെങ്കിലും ഡേവിഡിനെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നന്ദു. ഈ സമയം ഭയങ്കര ടെൻഷനിലാണ് നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഈ സ്വർണം നന്ദു പിടിച്ചു, അതുകൊണ്ട് ഇനി അവർക്ക് നല്ല സംശയം കാണും, നമ്മുടെ പുറകെ തന്നെയായിരിക്കും മിക്കവാറും പോലീസ്, അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ആ ഡ്രൈവർ പുറത്തായിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട് ഇല്ല അവൻ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ്, ഇനി അവൻ പുറത്തേക്ക് പോകുകയില്ല, അത് നമ്മൾ തീരുമാനിക്കണം അവൻ പുറത്തേക്ക് പോകണമെങ്കിൽ എന്നൊക്കെ പറയുന്നു. ഏതായാലും തെളിവ് നശിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ രഹസ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത് എന്നറിയണം, നമ്മുടെ കൂടെ കൂടിയേക്കുന്നതിൽ ആരെങ്കിലും ഒറ്റുകാരുണ്ടോ എന്നറിയണം എന്ന് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചേക്കുന്നത്, ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താൻ കാരണമാണെന്നേ ഞാൻ വിചാരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇനി അനന്തമൂർത്തിനെ ഒന്ന് സൂക്ഷിക്കണം, അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ആദർശേട്ടൻ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ആകെ തളർന്ന ഒരു മട്ടിലാണ് മുത്തശ്ശൻ എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും അല്ല അനന്തമൂർത്തി, അയാളുടെ മനസ്സ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, ഈ കാണിക്കുന്നതൊന്നും അല്ല, അയാൾ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ദുബായിലെ ജയിലിൽ ആദർശിനെ നമ്മൾ പെടുത്താൻ നോക്കിയിട്ടും അയാൾ അവിടുന്ന് അവനെ ഊരിക്കൊണ്ട് പോകുന്നത്, അതുകൊണ്ട് അനന്തമൂർത്തിയെ നമ്മൾ ശ്രദ്ധിക്കണം, അയാളുടെ മരണത്തിന് മുമ്പ് മൂർത്തി ജ്വല്ലറിയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ അയാൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുമ്പം അവന്തിക ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇനി സാധിക്കുന്ന കാര്യമാണോ എന്ന്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട് മോളെ നമുക്ക് ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ട് എന്ന് പുറത്തായിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് പിന്നെ ചില സംശയങ്ങൾ തോന്നും, നമ്മളോടുള്ള വിശ്വാസ്യത കുറയും, അത് നമ്മളെയും ബാധിക്കും, അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസൊന്നും പുറത്താകരുത്, അത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. ഏതായാലും അവർ തെളിവ് നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഡ്രൈവറെ വന്ന് കാണുന്നു. ഡ്രൈവറോട് എങ്ങനെയാണ് ചതി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സ്വർണം എൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പേ ആരും ഒറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ പറയുന്നുണ്ട് സ്വർണ്ണ ബിസിനസ്സിൽ ഇതുപോലുള്ള ചതിയൊക്കെ ഉണ്ടാകും, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ഇനിയിപ്പോൾ നീ കുറച്ച് നാൾ ഒളിവിൽ പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പം എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ് എന്ന് പറയും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഞാനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആ ഡ്രൈവറോട് പറയും. എന്നിട്ട് പറയുവാണ് വൈകിട്ട് നിന്നെ കായലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലോട്ട് മാറ്റാം, അതാവുമ്പോൾ നിനക്ക് അവിടെ സേഫായിട്ട് കഴിയാം, പോലീസ് വരുവാണെങ്കിൽ തന്നെ കായലിൽ ചാടി നീന്തി രക്ഷപ്പെടാം, കുറേ നീന്തി കഴിയുമ്പോഴത്തേക്കും വള്ളക്കാർ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ഡ്രൈവർ. എന്നിട്ട് അവിടെ നിന്ന് പോരും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ഇവർ രക്ഷിക്കാം എന്ന് പറഞ്ഞത് അവനെ അങ്ങ് കൊന്നു കളയാം എന്നുള്ള രീതിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ കൊന്ന് ബീച്ചിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അവനെ വന്ന് കാണുമ്പം നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, ഡ്രൈവറാണ്, നന്ദു വന്ന് ഓടിപ്പോകുന്ന കണ്ടതാണല്ലോ, അതുകൊണ്ട് അയാളാണ് ആ ഡ്രൈവർ തന്നെയാണ് മരിച്ചു കിടക്കുന്നതെന്ന് നന്ദുവിന് മനസ്സിലാവുന്നു. നന്ദു ഈ കാര്യം ആദർശിനെയും നയനയും അറിയിക്കുന്നുണ്ട്. അന്നേരം നയനയ്ക്ക് ഭയങ്കര ടെൻഷൻ, മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, നിൻ്റെ പുറകെ ആളുണ്ടാവും എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ആദർശേട്ടനും സൂക്ഷിക്കണം,
ആദർശേട്ടൻ്റെ പുറകെ ആളുണ്ടാകും, ആദർശേട്ടൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ടാകും എന്നൊക്കെ പറയുന്നു. ഏതായാലും പേടിച്ചിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇനി മുന്നോട്ട് തന്നെ എന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബാക്കി എന്ത് വേണമെന്ന് ഞാനും തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഉത്സാഹം കൂടുകയാണ് ചെയ്തത് എന്ന് നന്ദു പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.